കാലത്ത് പോലും കുർബാന മുടങ്ങാതെ സ്വീകരിക്കാനും ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് കുറേ അഡിക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ ഉള്ളം മുഴുവൻ ക്ലിയറാക്കി എൻ്റെ ഉള്ളിൽ നിന്ന് ഈശോ വസിക്കുന്നുണ്ട്. എപ്പോഴും ഈശോ എൻ്റെ ഉള്ളിൽ, അതായത് എന്നെ ക്ലിയറാക്കി, എൻ്റേതായ എല്ലാ അഡിക്ഷൻസും എന്നെ ക്ലിയറാക്കി എല്ലാ ദിവസവും ഈശോയ്ക്ക് വന്നിരിക്കാൻ പറ്റിയ വിശുദ്ധമായിട്ട് സ്ഥലമാക്കിയിട്ട് എന്നെ മാറ്റി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആഗി, കോയമ്പത്തൂർ രാമനാഥപുരം ഇടവക. ഞാൻ 2019 മാർച്ചിലാണ് കൃപാസനെ പറ്റി അറിയുന്നത്. അതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം കൃപാസന പത്രം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കൃപാസന പത്രത്തിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൻ്റെ കാര്യം അറിഞ്ഞതിന് ശേഷം എനിക്ക് 6 മാസമായിട്ട് തടസ്സമുണ്ടായിരുന്ന ജോലിയെ പറ്റിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ 5ാമത്തെ ദിവസം എനിക്ക് 6 മാസമായിട്ട് തടസ്സമുണ്ടായിരുന്ന ജോലി എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ പ്രാവശ്യം ഞാൻ എല്ലാ സ്ഥലത്തും ധ്യാനം കൂടും, അനുഗ്രഹം വാങ്ങിച്ചു വയ്ക്കും. പക്ഷേ അതിന് ശേഷം എൻ്റെ സ്വഭാവം വീണ്ടും പഴയ രീതിയിലേക്ക് പോവുമായിരുന്നു. ഇവിടെയും ഇതേപോലെ ജോലി കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ആ പ്രാർത്ഥനകൾ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി കൃപാസനത്തിനെ പറ്റി തന്നെ മറന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എല്ലാ ദിവസവും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. ഇത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയ സമയത്ത് മാതാവിൻ്റെ ഈശോയുടെയും പ്ലാനാന്ന് തോന്നുന്നു. ഒരു 3 പ്രഗ്നൻ്റ് ആയതിന് ശേഷം എൻ്റെ അഡിക്ഷൻസ് ആയിട്ടുള്ള മേക്കപ്പ് കാര്യങ്ങൾ, അതായത് 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു മേക്കപ്പിൻ്റെ സാധനങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതെനിക്കൊരു അഡിക്ഷനായിരുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ എന്നെ നയിക്കുന്നത് ഇതെല്ലാമായിരുന്നു. അല്ലാതെ മറ്റൊന്നിനെ പറ്റിയിട്ടും ഞാൻ ബോധേഡായിരുന്നില്ല. വീട്ടിലത്തെ കാര്യങ്ങളോ ഒന്നിനെ പറ്റി ഞാൻ ബോധേഡായിരുന്നില്ല. എൻ്റെ ചിന്ത മൊത്തം മേക്കപ്പ്, ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവം ഒരു ബോസ് ലേഡീനെ പോലെയായിരുന്നു. ഞാൻ എയർലൈനിൽ ഓഫീസറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ആർക്കും എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നില്ല. എല്ലാവർക്കും ഒരു തരം, എനിക്ക് തന്നെ എന്നെ ഇഷ്ടമായിരുന്നില്ല. അത്ര ഒരു ഭയങ്കര ഒരു റൂഡായിട്ടുള്ള സ്വഭാവമായിരുന്നു എൻ്റേത്. ഇതിന് ശേഷം എനിക്ക് ഈ അഡിക്ഷൻസ് മാറി. അതിനുശേഷം മേക്കപ്പ് കാണുന്നത് പോലും ആ ബെഡ്റൂമിലേക്ക് പോലും എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ 32 കിലോൻ്റെ ഒരു കല്യാണത്തിന് കിട്ടിയ പെട്ടിയുടെ ഉള്ളിൽ പ്രസവത്തിന് വന്നപ്പോൾ ആകെ ഞാൻ കൊണ്ടുവന്നത് ഡ്രസ്സ് പോലും കൊണ്ടുവരാതെ ഈ സാധനങ്ങൾ കൊണ്ടിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. അത്രയും എനിക്ക് അതിനോടൊരു ഭ്രമമായിരുന്നു. അതിനുശേഷം അതിനെ എനിക്ക് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരലും അങ്ങനെയായിട്ട് ഞാനത് എൻ്റെ അറിവോടുകൂടി അല്ലെങ്കിലും അത് എന്നിൽ നിന്ന് വിട്ടുപോയി. ആ ഒരു അഡിക്ഷനിൽ നിന്ന് വിട്ടുപോയി. ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഈ പെട്ടിയിലത്തെ എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊണ്ട് കൊടുത്തു. അതിനുശേഷം മൊബൈൽ ഫോൺ പോലും എനിക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. അതിലത്തെ ലൈറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു തരം ഫ്രസ്ട്രേഷൻ വന്നു തുടങ്ങി. അങ്ങനെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു. അതിനുശേഷം സംഭവിക്കുന്നത്, ഞാൻ കൃപാസനെ പറ്റി തന്നെ മറന്നിരുന്നു, പ്രാർത്ഥിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ ഫോർമേഷൻ നടക്കുമായിരുന്നു. എൻ്റെ ഉള്ളിലുള്ള എല്ലാ അഡിക്ഷൻസും എന്നെ തന്നെ ശുദ്ധീകരിക്കുകയായിരുന്നു എൻ്റെ ഈശോയും മാതാവും കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊച്ചുണ്ടായി. ജനിച്ച് 6ാമത്തെ ദിവസം തൊട്ട് അവൻ്റെ മെയിൽ ഓർഗൻ ഒരു മാങ്ങയുടെ സൈസിലേക്ക് അത് വീർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ഇങ്ങനെയുള്ള ഹെർണിയാണ്, അപ്പോൾ വെറുതെ ഒന്ന് കീറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 6 മാസത്തിലാവുമ്പോൾ സർജറി നമുക്ക് ചെയ്യാം, ചെറിയൊരു കീറലെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കൃപാസനെ പറ്റി ആലോചിക്കണേ. അപ്പോൾ കൊച്ചിന് 6 മാസമായപ്പോൾ അത് അന്ന് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കാനിങ്ങിലത്തെ സൈസ് നോക്കിയിട്ട് 6 ഡോക്ടർമാർ പറഞ്ഞു. നാട്ടിലത്തെ 3 ഡോക്ടേഴ്സും കോയമ്പത്തൂരിലത്തെ 3 ഡോക്ടേഴ്സും പറഞ്ഞു ഈ സംഭവം ഒന്ന് ചെറുതായി കീറിയിട്ട് സർജറി പോലെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും ഓൺലൈൻ ഉടമ്പടി അപ്പോൾ എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ആഴ്ച തൊട്ട് ഈ സാധനം കാണാതെയായി. അപ്പോൾ 7ാം മാസം ഞങ്ങൾ 2ാമത് ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സ്കാൻ ചെയ്തു. അങ്ങനൊരു സംഭവം തന്നെ അവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ ഇത് തന്നെ ഒഴിഞ്ഞു പോയി. പക്ഷേ ഈ 2021 ഇത് സംഭവിക്കണേ.
2021 ജൂണിൽ. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തെങ്കിലും ഒരു വട്ടം പോലും ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓൺലൈൻ ഉടമ്പടിയുടെ ഒന്നും ചെയ്തിട്ടില്ല. സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നല്ലാതെ പ്രാർത്ഥനകളോ ബൈബിൾ വായനയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നവംബർ ആയപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി കാര്യത്തിന് വേണ്ടിയിട്ട് 2 വർഷമായിട്ട് പുതിയ ജോലിക്ക് ട്രൈ ചെയ്യായിരുന്നു, കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ശരി ഓൺലൈൻ ഉടമ്പടി അന്ന് എടുത്തത് വൃത്തിയായിട്ട് ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനൊരു പുസ്തകത്തിൽ എൻ്റെ 6 നിയോഗങ്ങളും കാര്യങ്ങളും എഴുതിയിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി വെച്ചു. ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് പാലിക്കാത്തിരുന്നതുകൊണ്ട് ഞാൻ തന്നെ പുസ്തകത്തിൽ അന്ന് എടുത്തതിൻ്റെ ഉടമ്പടി ഞാൻ ഇന്ന് പാലിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ നിയോഗങ്ങൾ എഴുതിയിട്ട് അതിൽ ഒപ്പിട്ട് വെച്ചു. ഞാൻ ഇനി ഇത് ചെയ്യും മാതാവേന്ന് പറഞ്ഞ് ഒപ്പിട്ട് വെച്ചു. അന്ന് മുതൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. എൻ്റെ ഹസ്ബൻഡിന് പുതിയ ജോലി കിട്ടുകയും ചെയ്തു. നല്ല സാലറി അധികമുള്ള നല്ല ജോലി കിട്ടുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഞാൻ ജോസഫ് അച്ഛനെ ഡിസംബർ 8-ാം തീയതി, ഇവിടെ ഡിസംബർ 7-ാം തീയതി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മാധവനടുത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ 8-ാം തീയതി പിറ്റേ ദിവസം കാലത്ത് ഞാൻ ജോസഫ് അച്ഛൻ ഒരു പ്രൊസഷൻ്റെ നടുവിൽ നിൽക്കുന്നതായിട്ടും പ്രൊസഷൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ നിൽക്കുന്നതായിട്ടും മേലെ 2 വെളിച്ചമാണ് ഞാൻ കണ്ടത്. വെളിച്ചത്തിൽ എനിക്ക് സ്വപ്നത്തിൽ തന്നെ മനസ്സിലാവേണ്ടത് ഈശോയും മാതാവാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു ആ സ്വപ്നത്തിൽ. അപ്പോൾ അതോടെ സ്വപ്നം കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാർച്ച് 5-ാം തീയതി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ, അത് ഡിസംബറിലാണ് സ്വപ്നം കണ്ടത്. ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ പ്രൊസഷനെ പറ്റിയിട്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ മാതാവിനെ കൊണ്ടുവരുന്നതിനെ പറ്റി എനിക്ക് അറിയണ്ടായിരുന്നില്ല. ആ പ്രൊസഷനാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്ന്. അത് കഴിഞ്ഞ് അതേ തന്നെ ഡിസംബർ 14-ാം തീയതി അച്ഛൻ ഇതേപോലെ സ്വപ്നത്തിൽ വന്നിട്ട് ഈശോയും സ്വപ്നത്തിലുണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്കപ്പോൾ മനസ്സിലായത് ഒരു ചെറിയൊരു സർക്കസ് കൂടാരം അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ എങ്ങനെയുണ്ടാവുമോ അതിൻ്റെ നടുവിൽ അച്ഛൻ നിൽക്കുന്നുണ്ട്, സൈഡിൽ ഈശോ നിന്നിട്ട് എൻ്റെ അടുത്ത് വർത്തമാനം പറയുന്നുണ്ട്. ഇതാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ഈശോയോട് തന്നെ ചോദിച്ചു, ഇതൊന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞ ദിവസം, ഈ സ്വപ്നം എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണേന്ന് പറഞ്ഞ ദിവസം അന്നത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ മാർച്ച് 8-ാം തീയതിയിലത്തെ ഉടമ്പടി ധ്യാനമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഈ അച്ഛൻ സിനഗോഗിൽ നിൽക്കുന്നതും അച്ഛൻ തന്നെ പറയുന്നുണ്ട്, അച്ഛൻ സിനഗോഗിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനഗോഗിൻ്റെ നടുവിലാണ് നിൽക്കുക, മറ്റെല്ലാം ഗ്യാലറി പോലെ ആണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ കണ്ടത് അച്ഛൻ അതേ സിനഗോഗിൽ നിൽക്കുന്നതും അവിടെ ഈശോ എനിക്ക് നേരെ ഫേസ് ചെയ്ത് നിൽക്കുന്നതാണ് ഞാനന്ന് സ്വപ്നത്തിൽ കണ്ടത്. ഇതിന് ശേഷം എനിക്ക് ഇവിടെ ഉടമ്പടി മാർച്ച് 5-ാം തീയതി വന്നെടുത്തു. അതിനുശേഷം ഇന്നിപ്പോൾ കാലത്ത് പോലും കുർബാന മുടങ്ങാതെ സ്വീകരിക്കാനും ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് കുറേ അഡിക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ ഉള്ളം മുഴുവൻ ക്ലിയറാക്കി എൻ്റെ ഉള്ളിൽ നിന്ന് ഈശോ വസിക്കുന്നുണ്ട്. എപ്പോഴും ഈശോ എൻ്റെ ഉള്ളിൽ, അതായത് എന്നെ ക്ലിയറാക്കി, എൻ്റേതായ എല്ലാ അഡിക്ഷൻസും എന്നെ ക്ലിയറാക്കി എല്ലാ ദിവസവും ഈശോയ്ക്ക് വന്നിരിക്കാൻ പറ്റിയ വിശുദ്ധമായിട്ട് സ്ഥലമാക്കിയിട്ട് എന്നെ മാറ്റി.